ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുമെത്തിയ 20 ലക്ഷത്തിലധികം ഹാജിമാരാണ് അറഫ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാത്രി മുസ്ദലിഫയിൽ തങ്ങുന്ന തീർത്ഥാടകർ നാളെ രാവിലെ മിനായിൽ തിരിച്ചെത്തും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥാടകർ. ഇന്നുച്ചയോടെ 20 ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം. മിനായിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്ക് ബസ്സുകളിലും മെട്രോയിലുമൊക്കെയാണ് തീർത്ഥാടകർ പോകുന്നത്. അറഫയിലെ മസ്ജിദുൽ നമറയിൽ ഇന്ന് നടക്കുന്ന നമസ്കാരത്തിനും കുത്തുബയ്ക്കും ഹറം ഇമാം ഷെയ്ഖ് മാഹിദ് അൽ മുഹൈബ് അലി നേതൃത്വം നൽകും. പ്രവാചകൻ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ജബലുർ റഹ്മ എന്ന മല തീർത്ഥാടകരെ കൊണ്ട് നിറയും. അറഫയാണ് ഹജ്ജ് എന്ന പ്രവാചക വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരെയും ഇന്ന് അറഫയിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ സൗദി ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ മുഴുവൻ അറഫയിൽ പാപമോചന പ്രാർത്ഥനകളിലും മറ്റും മുഴുകുന്ന തീർത്ഥാടകർ സൂര്യൻ അസ്തമിച്ച ശേഷം 15 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലേക്ക് നീങ്ങും. മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്താണ് ഇന്ന് രാത്രി തീർത്ഥാടകർ കഴിയുക. മിനായിലെ ജംറകളിലെറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്നും ശേഖരിക്കും. നാളെ രാവിലെ മിനായിൽ തിരിച്ചെത്തി ഹാജിമാർ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കും. ബലിപെരുന്നാൾ ദിവസമായ നാളെയാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്